ത്രിയേക ദൈവത്തിന് സ്തുതി. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ആയുസ്സിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും പരമോന്നതമായ സാധ്യതയാണ് സ്നേഹം. സ്നേഹത്തെ കേവലം ഒരു കൽപ്പനയായി കാണുകയല്ല, പിന്നെയോ സ്നേഹം കൊണ്ടൊരു യാഗപീഠം പണിത് ജീവിതം മുഴുവൻ ആരാധനയാക്കുവാൻ ആഹ്വാനം നൽകുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് ഇത്. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ എല്ലാവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ ശേഷം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. വാക്യം 28. വെറും അന്വേഷണത്തിനപ്പുറമായി മുഖ്യമായതിനെ സ്വന്തമാക്കുമ്പോഴാണ് ജീവിതത്തിന് ഭംഗി ഉണ്ടാകുക എന്ന ധ്യാനം ഈ വാക്യത്തിൽ ഉണ്ട്. ഈ കൊച്ചു ജീവിതത്തിൽ മുഖ്യമായതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഗ്രഹിച്ച് അതിനെ സ്വന്തമാക്കുകയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്ന് മറക്കരുത്. ജീവിതത്തിന് ഭംഗി തരുന്നവയെ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും പ്രതിഷ്ഠിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. അബ്രഹാം വിശ്വാസത്തെ 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ശലോമോൻ ദൈവഭക്തിയെ 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഉന്നത വിദ്യാഭ്യാസവും നിയമകാര്യങ്ങളിൽ പ്രാഗൽഭ്യവുമുള്ള പൗലോസ് ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് തന്നെ അടയാളപ്പെടുത്തി. മാത്രമല്ല, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തെ പ്രതിഷ്ഠിച്ചു. യേശു കർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മാർത്ത പല കാര്യങ്ങളിൽ അലയുമ്പോഴും മറിയ അവൾ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ കാൽപാദങ്ങളെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചതായും വായിക്കുന്നു. നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തരുവാൻ കഴിയുന്നതിനെ കണ്ടുപിടിക്കാനും ഗ്രഹിക്കാനും അതിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് പ്രതിഷ്ഠിക്കാനും കഴിഞ്ഞാൽ ജീവിതം ഭംഗിയാകും. വിലപ്പെട്ട സമയത്തെയും ആയുസ്സിനെയും കൊല്ലുന്ന എന്തിനേയും യോബിനെ പോലെ തോൽപ്പിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് വാക്യം 31. കൂട്ടുകാരനെ കരുതേണ്ടുന്നത് കൽപ്പന ഉള്ളത് കൊണ്ടല്ല, അത് കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്യമാണ് ഇത്. നല്ല കൂട്ടുകാർ സമ്പത്താണ്. കൂട്ടുകാരെ ഭയങ്കരമായി ഉപയോഗിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. ജീവിതത്തിൻ്റെ പല കാലത്തും കൂട്ടുകാർ പലരാണ്. ജീവിത നിമിഷങ്ങളെ ആഘോഷിക്കാൻ ഒപ്പം വരുന്ന കൂട്ടുകാരല്ല പരിക്ക് പറ്റി കിടക്കുമ്പോൾ പരിചരിക്കാൻ വരുന്നത്. കൂട്ടുകാർ എന്ന വിളിപ്പേരിന് വ്യത്യസ്ത രൂപവും ഭാവവും ഉണ്ട് എന്ന് സാരം. കൂട്ടുകാരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അവൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയാകുന്നവനാകണം എന്നർത്ഥം. അഗ്നിച്ചൂളയിലേക്ക് ഒപ്പം പോയ കൂട്ടുകാരെ നാം വായിച്ചിട്ടുണ്ട്. ശൗലിൻ്റെ മകൻ യോനാഥാനും ദാവീദും തമ്മിലുള്ള മനോഹരമായ സഖ്യതയെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അമ്മ സ്വദേശത്തേക്ക് അനാഥയായി മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ കൂട്ടുകൊടുക്കുന്ന മരുമകൾ രൂത്തിനെയും വഴിയരികിൽ ആപത്തിൽപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടുന്ന പരിചരണം ഉറപ്പുവരുത്തുന്ന ശമരിയക്കാരനെയും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കൂട്ടുകാരനെ കരുതേണ്ടുന്നത് കൽപ്പന ഉള്ളത് കൊണ്ടല്ല, പിന്നെയോ കടമയാണ് എന്ന് കരുതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുരുക്കത്തിൽ, തീ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ജീവനെ രക്ഷിക്കാൻ ഓടുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും വഴിയിൽ കിടക്കുന്നവർക്കുമൊക്കെ നവജീവൻ നൽകി കൂട്ടുകാരായി മാറാൻ മനസ്സിനെ പറഞ്ഞ് നിയന്ത്രിക്കുന്നതാണ് ആരാധന എന്ന് അറിയുകയാണ്. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു.
അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. വാക്യം 34. ആരും ഒരുപാട് അകലെയല്ല എന്ന ആരാധനയുടെ ആശയം ഈ വാക്യത്തിൽ ഉണ്ട്. ശാസ്ത്രിയുടെ മനസ്സിൽ 2 അല്ല 613 കൽപ്പനകളാണ് ഉള്ളത്. അതുകൊണ്ട് മറുപടി തികച്ചും ബുദ്ധിപൂർവവുമാണ്. ബുദ്ധിപൂർവം മറുപടി കൊടുക്കുന്നത് പ്രധാനമാണെങ്കിലും ജീവിതം ഒരു ആരാധനയായി മാറണമെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ശൈലിയിലേക്ക് മാറേണ്ടതുണ്ട്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് ഇത്തിരി കുടിവെള്ളം ചോദിച്ച യേശു കർത്താവിനോട് ന്യായപ്രമാണത്തെ ഉദ്ധരിച്ച് വെള്ളം അവൾ നിഷേധിക്കുകയാണ്. എന്നാൽ നിയമം അങ്ങനെയാണല്ലോ എന്നോർത്ത് മടങ്ങിപ്പോകുന്ന യേശു കർത്താവിനെ അല്ല കിണറ്റിൻ കരയിൽ നാം കാണുന്നത്. പിന്നെയോ അവളോട് കൃപയോടും സ്നേഹത്തോടും ഇടപെട്ട് ജീവന്റെ വെള്ളത്തിൽ നിന്നും അവളെ കുടിപ്പിക്കുന്ന മനോഹരമായ ആ ദൃശ്യത്തിൽ നിന്നും കൽപ്പനകളെ സ്നേഹത്തിൽ ചാലിച്ച് കുടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. കൽപ്പനകൾ 613 അറിയാം എന്നതുകൊണ്ടായില്ല. കൽപ്പനകളെ സ്നേഹത്തിൽ ചാലിച്ച് പ്രായോഗികമാക്കാൻ അറിഞ്ഞാൽ ദൈവവും ദൈവരാജ്യവും നമുക്ക് ചാരയുണ്ട്. ഇനി ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എല്ലാം സ്നേഹപൂർവം കാണാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ആമേൻ.